പ്ലീസ് ഒച്ച ഉണ്ടാക്കരുത്. ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല, ഒന്ന് കാണാൻ വേണ്ടി മാത്രം. വിശ്വസിക്കാൻ പ്രയാസമാണെന്നറിയാം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇങ്ങനൊരു അഭിപ്രായം കാണിക്കേണ്ടി വന്നു. ക്ഷമിക്കാം. ഇവിടെ ഈ മുറിക്കകത്ത് നിങ്ങൾ എങ്ങനെ കയറി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആനി. എന്റെ പേരെങ്ങനെ മനസ്സിലായി? പേര് മാത്രമല്ല, ആനിയെക്കുറിച്ച് എല്ലാം എനിക്കറിയാം. ആനി നൃത്തം ചെയ്യാറില്ലേ? ആനി അറിയാതെ ഞാൻ ഒരുപാട് പ്രാവശ്യം ആനിയെ നോക്കി നിന്നിട്ടുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ? ആദ്യം കണ്ട നിമിഷം തന്നെ ആനിയുടെ രൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. തുറന്നു പറയാൻ പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ആനിയെ സ്നേഹിക്കാനുള്ള അർഹത എനിക്കില്ല. ആനി ആകാശത്ത് തിളങ്ങി നിൽക്കുന്നൊരു വെള്ളി നക്ഷത്രമാണ്. ഞാനൊരു പുൽക്കൊടി. തെറ്റാണ് ഞാൻ ചെയ്തത്. മനോഹരിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ അവൾ അറിയാതെ കയറി ചെല്ലുക പൊറുക്കാനാവാത്ത തെറ്റാണ്. ആനി എന്നെ ശിക്ഷിച്ചോളൂ. ബഹളം വെച്ച് വീട്ടുകാരെ ഉണർത്തി എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോളൂ. മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിഞ്ഞു എന്നുള്ള മനസ്സമാധാനത്തോടെ ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. ഇന്ന് ആനിയുടെ ബർത്ത്ഡേ അല്ലേ? അതെ, എനിക്കറിയാം. മെയ് 21 ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നൊരു ഡേറ്റാണ്. അതുകൊണ്ടുകൂടിയാണ് എത്ര ബുദ്ധിമുട്ടിയാലും ഇന്ന് ആനിയെ കണ്ടേ തീരുമെന്ന് എനിക്ക് തോന്നിയത്. ക്ഷമിക്കുക. ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗുഡ് നൈറ്റ്. നിങ്ങളുടെ പേരെന്താ? ടോണി ലൂയിസ്. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് സ്ഥലം വിട്ടോളി. എന്തിന്? പോലീസിന്റെ കൈ പെട്ടാല്. പോലീസ് ഇല്ലാത്ത നാടുണ്ടോ? എവിടെ പോവാൻ? കുടുങ്ങി. എന്തേ? ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ വന്നതാ. ഞാൻ ശല്യപ്പെടുത്തല്ലോ. ഇതെന്റെ ഫ്രണ്ടാ ജമാല്. ഈ കുട്ടി ആരാ? എന്റെ പേര് ആനി. അന്ന് ഞാൻ കാണിച്ച ധൈര്യം ഓർക്കുമ്പോ. എന്ന്? ടോണിക്ക് എവിടെ ജോലി? ടോണി? അതെ, ടോണി. ലൂയിസ് എന്നുള്ള എന്റെ സെക്കൻഡ് നെയിം ആണല്ലോ. ലൂയിസാ? എന്റെ മുഴുവൻ പേര് ടോണി ലൂയിസ് ആണെന്ന് അറിയില്ലല്ലേ? ഞാൻ കസ്റ്റംസിലാണ്. ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. കസ്റ്റംസിലാണല്ലേ? അതെ അതെ, ഞാനിപ്പോഴും ഡ്യൂട്ടി തന്നെ. സംശയം തോന്നിപ്പിക്കുന്ന വല്ല വള്ളമോ ബോട്ടോ കപ്പലോ കണ്ടാൽ ഉടനെ ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇടി വെടി. പൊതുവെ റിസ്കി ജോബാ. ആനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. അന്ന് പേടിച്ച് കാണൂല്ലേ? ഞാനപ്പോ പറഞ്ഞതൊക്കെ അവിവേകമായി എന്ന് തോന്നുന്നുണ്ടോ? മനസ്സിലുള്ളത് പറഞ്ഞില്ലേല് വല്ലാതെ വീർപ്പ് മുട്ടും. അതുകൊണ്ടാ. ടോണി ഇവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്താ. നല്ല മനോഹരമായ സായാഹ്നം. ചക്രവാളത്തിന് എന്ത് ചുവപ്പ്! ആനയുടെ കവിൾത്തരം പോലെ. നല്ല സാധനമാണ് സാർ, ഒരു സംശയവും വേണ്ട. അമേരിക്കയിലേക്ക് ഇതിനിപ്പോ വലിയ ഡിമാൻഡാ. എപ്പോ കിട്ടും? വിവരം അറിയിച്ചാൽ മതി. പാർട്ടി ഉടനെ ബോംബെ നിൽക്കും. ശരി, വരാൻ പറ. ഓക്കെ സാർ. എന്റെ ഉമ്മ ഇതും കഴിക്കണ? ഇപ്പൊ തന്നെ ഫുള്ളായി. ഇടയ്ക്കൊന്ന് ഫുള്ളാവുന്ന നല്ലതാ. നിങ്ങളൊന്നും കഴിച്ചില്ലല്ലേ? ജമാല് കഴിക്കുന്നത് കാണുന്നതാ എന്റെ സുഖം. ആരുടെ പേരില റിസർവേഷൻ? പ്രതിമ ജോഷി. എവിടുന്നാ വരുന്നത്? ബോംബെ. അഡ്വാൻസ് വേണോ? വേണ്ട, റൂം എടുക്കുമ്പോൾ തന്നാൽ മതി. ഓക്കെ, താങ്ക്സ്. ജമാലെ, ഇവൻ ആരാണെന്നറിയാവോ? ഇല്ല. ഇവനാണ് ജോർജ്.
ആളെ കൊല്ലുന്ന മയക്കുമരുന്ന് കച്ചവടമാണ് ഇവൻ്റെ തൊഴിൽ. ഞാനിപ്പോ വരാം. You still here? Why didn't you go? मैडम ही परचेज. मैंने पहले ही कह दिया ना, तुम रात को आओ. अभी मेरे पास कुछ भी नहीं है. ദാറ്റ് ഈസ് കറക്റ്റ് മാഡം. ചരക്ക് സാറിന് തന്നെ കിട്ടുമെന്നുള്ളൊരു ഉറപ്പിന് വേണ്ടി. क्या उरपो? मुझे बिल्कुल नहीं समझता तुम्हारा लैंग्वेज. I'll take the money when I give you the material in the night. രാത്രി സാധനം കിട്ടും, അപ്പൊ കാശ് കൊടുത്താൽ മതിയെന്നാ. ഓ മൈ കാർഡ്. ഓക്കെ മാഡം, സി യു ഇൻ ദ നൈറ്റ്. താനല്ലേ പറഞ്ഞോളൂ മലയാളിയാണെന്ന്, എന്നിട്ട് മലയാളം പറയുന്നില്ലല്ലോ. ഒക്കെ അഭിനയില്ല സാറേ. മീര നായർന്ന അവളുടെ പേര്. കൂടെയുള്ളതാരാ? അപ്പനെ? ആരായാലും എന്താന്ന്, നമുക്ക് നമ്മുടെ കാര്യം നടന്ന പോരെ. केशन ചേട്ടാ, പാർസൽ ഓഫീസിൽ പോയി ഇത് ഡെലിവറി എടുത്തോണ്ട് വരൂ. എത്തിക്കാണോ? ബോംബെ നയിച്ചിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വിളിച്ചു ചോദിച്ചതിന് ശേഷമല്ലേ നമ്മളോട് പുറപ്പെടാൻ പറഞ്ഞത്. ഓ, ആ പാർസൽ സൂക്ഷിക്കണം. അതിനുള്ളിൽ എന്താണെന്ന് അറിയാലോ. അറിയാം. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. പക്ഷെ ഇവിടെ ആദ്യമാണ്, അത് ഓർമ്മ വേണം. ഓ, Hello, ഓപ്പറേറ്റർ, കോൾ ടു ബോംബെ. I'll call you back. ഓക്കെ. യെസ്, ബോംബെയിൽ നിന്ന് വന്ന മിസ് മീര നായർ അല്ലേ? व्हाट? മീര നായർ. क्या बोला? मीरा नायर? वो कौन? മലയാളത്തിൽ പറവങ്ങളെ, മീരയല്ലേ? मलयालम? क्या मलयालम? आपको कुछ गलती हो गया है. मैं कोई मीरा नहीं हूँ. പിന്നെ നീ ആരാ? I can't follow your language. If you want to know something, go ask at the reception. Don't disturb me. ഐ എം സോറി. ഐ മിസ്റ്റേക്ക് യു ഫോർ മിസ് മീര നായർ. ഐ എം സോറി. അയ്യോ പാമ്പ്! അയ്യോ എവിടെ? മലയാളം? ക്യാ മലയാളം? ആപ്കോ മലയാളം നഹീ മാലൂം? ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം. ആരാണ് നിങ്ങൾ? എന്ത് വേണം? ഇനി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഇരിക്കൂ. ഇരിക്കുന്നേ. നീ ബോംബെയിലെ മയക്കുമരുന്ന് കച്ചവടക്കാരനായ ഷെട്ടിയുടെ ആളാണെന്നും നിന്റെ പേര് മീര എന്നാണെന്നും നീ എന്തിനാണ് ഇവിടെ വന്നതെന്നും നിന്നെ കാണാൻ ആരൊക്കെ ഇവിടെ വന്നിരുന്നുവെന്നും എനിക്കറിയാം. നാട്യങ്ങളും ജാടകളും ഒന്നും ഇനി വേണ്ട. നിന്നെ ഉപദ്രവിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരേ തൊഴിൽക്കാരാ. നീ ചരക്ക് വിൽക്കാൻ വന്നവൾ, ഞാൻ വാങ്ങാൻ വന്നവൻ. ഇന്നയാൾക്കേ കൊടുക്കുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. വില കൂടുതൽ ആര് തരുന്നോ അവർക്ക് കൊടുക്കാൻ നിനക്ക് അധികാരമുണ്ട്, ഇല്ലേ? ഞാൻ പറഞ്ഞത് നുണയല്ല. ഇനി പറ, ഞാൻ എവിടെ എപ്പോ വരണം സാധനം വാങ്ങിക്കാൻ? ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പേര് ഗൗതമൻ. ഈ തൊഴിലിൽ തുടക്കക്കാരനാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പരിചയപ്പെടാതെ പോയത്. ഇപ്പം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇത് തുടരും. അപ്പോൾ മീരയ്ക്ക് എന്നെ ബോധ്യമാവും. ഞാൻ എപ്പോ വരണമെന്ന് പറഞ്ഞില്ല. രാത്രി വന്നാ മതി. എത്ര മണിക്ക്? ഒരു 10 മണിക്ക്. ഇതേ ഹോട്ടലിൽ ഇതേ മുറിയിൽ? ഉം. ആ, അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. വേണ്ട, അത് കൊണ്ടുപോയിക്കോളൂ. എനിക്ക് മീരയെ വിശ്വാസമാണ്. അതുകൊണ്ടല്ല, ആ. രാത്രി കൊണ്ടുവന്നാ മതി. ഓക്കെ, അപ്പൊ ഞാൻ വരും രാത്രി 10 മണിക്ക് കൃത്യം. ഓക്കെ? ഉം. ഹലോ, ശേഖർ ഹിയർ. എന്തരം സാർ? ശങ്കറാണ്, സാറിൻ്റെ ഒരു പഴയ സുഹൃത്ത്. ശത്രുവായിട്ടല്ല, മിത്രമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്.
ഞാൻ കാരണം സാറിന് ചില്ലറ മാനക്കേടൊക്കെ ഉണ്ടായി. എനിക്കതിൽ വേദനയുണ്ട്. അതിനൊരു പ്രത്യുപകാരം ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ വിളിച്ചത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട ചിലരെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സാറിനെ സഹായിക്കാം. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് സ്വയം നശിക്കുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരെ രക്ഷിക്കാം. ഒപ്പം സാറിനൊരു സൽപ്പേരും ചെറിയൊരു പ്രൊമോഷനും. എന്തു പറയുന്നു? റാസ്കൽ, എനിക്ക് പ്രൊമോഷണൽ സൽപ്പേരും നീ വാങ്ങി തരാൻ പോകുന്നു? ഇക്കാലത്തൊരു നല്ല കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് കാര്യമില്ല. എന്താ സാർ? അല്ല, ഇക്കാലത്തൊരു നല്ല കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. ശരിയാ.